ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇരിട്ടി ഫാമിലി. ഹർഷ ജിതീഷാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഓൾറെഡി ഒരു ഔട്ട് ഓഫ് കവറേജ് ഏരിയ ആയിരുന്നു തന്നെ പറയാം. കാരണം എനിക്ക് ഓൾറെഡി പെയിന് പ്രശ്നങ്ങൾ ഹോസ്പിറ്റലൊക്കെ ആയിട്ട് ഭയങ്കര പെയിൻ ആയിരുന്നു. ഇന്നലെ വൈകിട്ട് രാത്രിയൊക്കെ വരെ അങ്ങനെ തന്നെയൊക്കെ ആയിരുന്നു. ഇന്ന് കുറച്ചൊരു ആശ്വാസമൊക്കെ തോന്നിയിട്ടുണ്ട്. കുറച്ച് ഫുഡൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെതായ ഒരു മാറ്റമാണ്. അപ്പം എല്ലാവരുടെ മുമ്പിൽ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് തന്നെ ഞാൻ പിന്നെ തിരിച്ചു വന്നിരിക്കുകയാണ്. കാരണം എൻ്റെ ഒരു അവസ്ഥയൊക്കെ കണ്ട് എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാർ എന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. ഒത്തിരി ആൾക്കാർ പിന്നെ അത് ദൂരെ നിന്നൊക്കെയാണെങ്കിൽ ഓടി എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. പിന്നെ ഞാൻ നമ്മൾ തന്നെ കവർ ചെയ്തെടുക്കണമല്ലോ. നമ്മൾ എല്ലാവരുടെ മുമ്പിൽ ഇങ്ങനെ സങ്കടത്തിലും വിഷമത്തിലും മാത്രം നിന്നിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ രോഗവും ഇതൊക്കെ നമ്മൾ മാറുന്നതാണെന്നൊക്കെ അറിയാം. പക്ഷേ നമുക്കൊരു പെയിൻ ചില സമയത്ത് നമുക്ക് ചിലപ്പോൾ ഉൾക്കൊള്ളാനൊന്നും പറ്റിയെന്ന് വരില്ല. കാരണം അത്രത്തൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ സർജറി കഴിഞ്ഞിട്ടാണെങ്കിലും പിന്നെ റൂമിൽ വന്ന് എനിക്ക് ഓൾറെഡി വൊമിറ്റിങ് തന്നെയായിരുന്നു. അപ്പോൾ അതിൻ്റെതായ കുറച്ച് ക്ഷീണങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ സെക്ഷൻ ട്രെയിൻ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഏകദേശം ഈ ഒരു ഭാഗത്ത് തന്നെയാണ് സെക്ഷൻ ട്രെയിൻ അവരിടുന്നത്. പക്ഷെ ആ സെക്ഷൻ ട്രെയിൻ ഇട്ട് ഞാൻ വീട്ടിൽ വന്നിട്ടും പിന്നെ എനിക്ക് ലീക്കേജ് ആയി. പിന്നെ അത് പിന്നെ റീസ്റ്റിച്ച് ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞ് പിന്നെ ലീക്കേജ് ആയി. പിന്നെ റീസ്റ്റിച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ MBRലേക്ക് പോകുന്നത്. പിന്നെ MBRൽ ചെന്നിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും പിന്നെ അവർ ക്ലീൻ ആക്കി. പിന്നെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും പിന്നെ സെക്ഷൻ ട്രെയിനിന്റെ ആ ട്യൂബ് ഊരി. ഇങ്ങനെ കുറെ ബുദ്ധിമുട്ടുകൾ വന്നു. അപ്പൊ ഇതെല്ലാം കൂടി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പൊ പെയിൻ എല്ലാം കൂടി നമുക്കൊരു എന്താ പറയുന്നത്, ആരോഗ്യമുള്ള ഒരു വ്യക്തി താങ്ങുന്ന പോലെ നമ്മൾ ഈ കീമോ ഒക്കെ കഴിഞ്ഞ് നമുക്ക് അതിൻ്റെതായ ഒക്കെ ഒരു തളർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ടൊക്കെ ഞാൻ ഓൾറെഡി ടയേർഡ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ രാത്രി തൊട്ട് ഇച്ചിരി ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ഞാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്നലെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. കാരണം കുറച്ചും കൂടി ആക്റ്റീവായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ മുതൽ ഞാൻ കുറച്ചും കൂടെ ഒക്കെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. കാരണം ജ്യൂസുകളൊക്കെ കുറച്ച് കഴിക്കാൻ തുടങ്ങി. ഇന്ന് മാമ്പഴത്തിന്റെ ഒക്കെ കാലഘട്ടമാണല്ലോ. അപ്പൊ മാമ്പഴം ഒക്കെ ആയിട്ട് ജ്യൂസ് അധികം മാമ്പഴം ഒക്കെ നാരുള്ള സംഭവം ആയതുകൊണ്ട് നമ്മൾ അധികം ജ്യൂസിനേക്കാളും എപ്പോഴും നമ്മളിങ്ങനെ മാമ്പഴം ചെത്തി അരിഞ്ഞു അങ്ങനെയൊക്കെ നമ്മൾ കഴിച്ചു തിന്നുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. പിന്നെ അനാറ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ജ്യൂസ് അടിച്ചു അങ്ങനെയൊക്കെ കുടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക, ജ്യൂസ് അടിക്കുന്നതിൻ്റെ അകത്ത് കുറച്ച് ഒരു 10 ബദാം അങ്ങനെയൊക്കെ ഇട്ട് വെച്ച്, കാഷ്യൂനട്ട് അങ്ങനെയൊക്കെ ഇട്ട് വെച്ച് അതും കൂടെ കൂടിയൊക്കെ ജ്യൂസൊക്കെ അടിച്ച് കുടിച്ചാൽ ഒത്തിരി നല്ലതാണ്. പക്ഷെ എനിക്ക് കുറച്ച് ദിവസങ്ങളിലൊന്നും പറ്റുന്നില്ലായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഇതൊക്കെ കഴിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. അപ്പം ആ സർജറി കഴിഞ്ഞിരിക്കുന്നവരെ എന്നെ പോലെ തന്നെ ഒത്തിരി ആൾക്കാരുണ്ട്. കാരണം അവരുടെ എല്ലാ കമന്റ്സ് ഞാൻ കേൾക്കാറുണ്ട്. പക്ഷെ എല്ലാവർക്കും ഒരുപോലെ ആകണമെന്നില്ല കേട്ടോ. ചിലർക്ക് അധികം പെയിനൊന്നും ഉണ്ടാവാറില്ല. നമുക്ക് സഹിക്കാൻ പറ്റുന്ന പെയിനേ ഉണ്ടാവുള്ളൂ. പിന്നെ സർജറി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്യാൻസറിന് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് സർജറി ആണെങ്കിൽ നമ്മൾ കുറെ കൂടെ നമ്മുടെ ആരോഗ്യം ബെറ്റർ ആയിരിക്കും. നമുക്ക് അത്രത്തോളം നമ്മൾ ആ ശരീരം നമുക്ക് കുറച്ചുകൂടെ താങ്ങാൻ പറ്റും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഒരു കീമോ ഒക്കെ കഴിഞ്ഞിട്ടാണ് സർജറി എങ്കിൽ നമ്മൾ ഓൾറെഡി ടയേർഡ് ആണല്ലോ. അപ്പൊ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുകളൊക്കെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാവർക്കും ഒത്തിരി പേര് ഞാൻ പറഞ്ഞില്ല പേഴ്സണലായിട്ടൊക്കെ വിളിച്ച് എന്നോട് ചോദിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങളെ കുറിച്ച്. പക്ഷെ വിളിച്ച് ചോദിച്ചിട്ട് പോലും എനിക്ക് ശരിക്കും റിപ്ലൈ ഒന്നും കൊടുക്കാൻ പോലും ആ ടൈമിൽ പറ്റിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അപ്പൊ രാവിലെ തന്നെ മെസ്സേജ് വിട്ടിട്ടുണ്ടെങ്കിലും ഞാൻ വൈകിട്ടൊക്കെ ആകുമ്പോൾ എടുത്താണ്. എപ്പോഴെങ്കിലും ഒരു ആശ്വാസമൊക്കെ വരുമ്പോൾ ഫോണൊക്കെ എടുത്ത് നോക്കുന്നത്. അന്നേരമാണ് ഞാൻ അവർക്ക് ചെറിയൊരു റിപ്ലൈ ആയിട്ടൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാവർക്കും എനിക്ക് റിപ്ലൈ ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല കുറച്ച് ദിവസങ്ങളിലായിട്ട്. ഇങ്ങനെ ഇപ്പം ഞാൻ എല്ലാ മെസ്സേജുകളൊക്കെ വായിക്കുന്നുണ്ട്. ഓൾറെഡി ഞാൻ എല്ലാവർക്കും റിപ്ലൈ ഒക്കെ തരും കേട്ടോ. അപ്പം നമുക്ക് നമ്മുടെ ആ ആരോഗ്യസ്ഥിതിയുടെ ഒക്കെ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ടൊക്കെ ഉള്ളൊരു പ്രശ്നങ്ങളാണ് ഇതൊക്കെ. അതൊന്നും കാര്യമാക്കണ്ട. പിന്നെ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പം തന്നെ ഉഷാറാകും. ഓൾറെഡി ഇനിയിപ്പം ഞാൻ പറഞ്ഞല്ലോ 3-ാം തീയതി പോകണം. അപ്പൊ എന്റെ അവസ്ഥകളൊക്കെ ഇങ്ങനെയാണ്. പിന്നെ ഓൾറെഡി സ്റ്റിച്ചൊക്കെ പുറത്തല്ല, സ്റ്റിച്ചിന് നല്ലൊരു കരിച്ചിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പം എല്ലാ ദിവസവും ഡോക്ടേഴ്സ് പറഞ്ഞാൽ നന്നായിട്ട് നമ്മൾ ആ ഒരു മുറിവുള്ളെടുത്ത് സ്റ്റിച്ച് ഇടുന്നിടത്ത് മാത്രം നമ്മൾ സോപ്പ് തേക്കരുതെന്നേ ഉള്ളൂ. 2 നേരം നമ്മൾ നന്നായിട്ട് സോപ്പ് കയ്യിൽ ഇങ്ങനെ പതപ്പിച്ചിട്ട് നമ്മൾ തേച്ച് നന്നായിട്ട് കുളിക്കുക. കുളിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ സാനിറ്റൈസർ ഒക്കെ ആയിട്ട് അതൊക്കെ നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്ത് ഒക്കെ ഒരു പഞ്ഞി കോട്ടനൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഏരിയ മുഴുവൻ നമ്മൾ എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കും. പിന്നെ നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം നമ്മുടെ ആ മുറിവ് മാത്രം ക്ലീൻ ചെയ്യുക. അതിനുശേഷം മാത്രമേ ആ കോട്ടൺ വെച്ചിട്ട് ചുറ്റുള്ള ഏരിയ ഒക്കെ ക്ലീൻ ചെയ്യാവുള്ളൂ. നമ്മൾ വീട്ടിൽ വെച്ച് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും അതൊന്നും അറിയുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. അപ്പൊ ആ ഏരിയ എല്ലാം നമ്മൾ എപ്പോഴും വ്യക്തമായിട്ട് തന്നെ ഇരിക്കും. പിന്നെ നമ്മൾ അധികം വേർക്കാതെയൊക്കെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവം തന്നെ. പരമാവധി നമുക്ക് ഈ ഒരു കാലഘട്ടമാണ് നമ്മൾ പുറത്തുള്ള യാത്രയൊക്കെ ഒഴിവാക്കുക, അധികം വേർക്കാതെ ഇരിക്കുക. പിന്നെ സർജറി ടൈമിൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഈ ഒരു ടൈമിൽ നമുക്ക് ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. നമ്മുടെ കീമോടെ പോലെ തന്നെയാണ് സർജറി ടൈമിൽ നമുക്ക് ഇൻഫെക്ഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അല്ല അതൊരു പനിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ മുറിവ് എന്നാ പറയുന്ന കരിയാൻ താമസിക്കുക, അങ്ങനെയുള്ള ചെയ്തിട്ടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർ സർജറിക്ക് മുമ്പ് തന്നെ ഡോക്ടേഴ്സിന് അറിയാം
അവർ ഓൾറെഡി അവർ ഇൻസുലിൻ എടുത്ത് തന്നെ ഷുഗർക്ക് അവർ കുറച്ച് ശേഷം മാത്രമേ അവർ സർജറി ചെയ്യത്തുള്ളൂ. ഓൾറെഡി കീമോ തന്നെ ആണെങ്കിൽ ഒത്തിരി എന്നാ പറയാ ഷുഗറിന് മരുന്ന് കഴിക്കുന്നവര്, ഷുഗർ ഒത്തിരി ഹൈ ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അവർ ഡോക്ടേഴ്സ് അതൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആക്കിയിട്ടാണ് ചെയ്യുക. പിന്നെ നമ്മൾ ഓൾറെഡി നമുക്കൊരു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം 140, 145 ആ ലെവലൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമില്ല, അത് നമ്മൾ ഓൾറെഡി ചെക്കൊക്കെ ചെയ്താൽ മതി. പിന്നെ ഈ ടൈമിൽ നമുക്ക് പല പല പ്രശ്നങ്ങൾ വരും. കാരണം പിന്നെ ഈ സർജറിയുടെ ടൈമില്, കീമോയുടെ ടൈമിലൊക്കെ നമ്മൾ ഒത്തിരി എന്നാ പറയുന്ന സ്ട്രെസ്സിലൂടെ തന്നെ കടന്നു പോകുന്നവരാ. നമുക്ക് സ്ട്രെസ് ഇല്ലെന്ന് പറഞ്ഞാലും നമുക്കൊരു പെയിൻ വന്നിട്ടുണ്ടെങ്കിൽ, അല്ല നമുക്ക് ഒരു നിർത്താതെ ഒരു ദിവസം ഫുള്ള് വൊമിറ്റിംഗ് വന്നിട്ടുണ്ടെങ്കിലൊക്കെ നമ്മൾ ഓൾറെഡി നമുക്ക് ഒത്തിരി സ്ട്രെസ് ഉണ്ട് എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ സ്ട്രെസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഓൾറെഡി നമുക്ക് ചില ടൈമിൽ BP ഹൈ ആവുന്നുണ്ടാവും. അതൊന്നും ടെൻഷനൊന്നും അടിക്കണ്ട. നമ്മൾ ഓൾറെഡി BP അങ്ങനെ ഹൈ ആയിട്ട് തന്നെ നമ്മൾ നിൽക്കുന്നുണ്ടെങ്കിൽ മാത്രം അത് ഡോക്ടേഴ്സിനോട് ജസ്റ്റ് പറഞ്ഞു നോക്കിയിട്ടാൽ അവർ നമുക്ക് ഓൾറെഡി നമുക്ക് ആ ടാബ്ലറ്റ് ഒക്കെ തരും. അല്ലാതെ ചില ടൈമിലൊക്കെ നമ്മുടെ ബോഡിയൊക്കെ ഫുള്ള് വീക്ക് ആണല്ലോ, അപ്പൊ ഈ ചില ടൈമിലൊക്കെ അങ്ങനെ BP ചിലപ്പോൾ ഹൈ ആയിട്ടൊക്കെ വരും. ചില സമയത്ത് പിന്നെ എന്താ പറയുക ഷുഗർ ചിലപ്പോൾ കൂടുതലൊക്കെ ഉണ്ടാകും. അതൊന്നും വിഷയമാക്കേണ്ട കാര്യങ്ങളില്ല. ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ കവറാകും. കാരണം നമ്മുടെ ഒരു ബോഡി എന്ന് പറഞ്ഞാൽ വേറൊരു അവസ്ഥയിലേക്കാണ് നമ്മൾ ഒരു കുഞ്ഞു മക്കളെ പോലത്തെ ഒരു ശരീരത്തിലേക്ക് നമ്മൾ ഇളതായിട്ട് തന്നെയാണ് വരുന്നത്. കാരണം എത്രത്തോളം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ നമ്മൾ ഈ കീമോ ചെയ്യുന്ന സമയത്ത്, സർജറി ചെയ്യുന്ന ടൈമില് ഒക്കെ നമ്മൾ അനങ്ങാതെ തന്നെയല്ലേ വീട്ടിൽ ഇരിക്കുന്നത്. നമ്മൾ ശരിക്കും ബെഡ് അല്ലെങ്കിൽ എണീറ്റൊന്ന് കിച്ചൺ വരെ ജസ്റ്റ് പോകുന്നു, അല്ലെങ്കിൽ ഡൈനിങ് റൂമിൽ ഫുഡ് കഴിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നു. നമ്മൾ ഇത്ര ഉള്ള യാത്രകളും കാര്യങ്ങളൊക്കെ അല്ലേ നമുക്കുള്ളൂ. അപ്പൊ ഈ ഒരു ടൈമിലൊക്കെ നമുക്ക് ഈ നമ്മുടെ ബോഡിക്ക് ഭയങ്കര ഒരു ഇതുണ്ട്. അപ്പൊ ശരിക്കും നമ്മൾ നടക്കാൻ തുടങ്ങണം. ഞാൻ പിന്നെ ഓൾറെഡി നടപ്പെന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഒരു എക്സസൈസ് തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ബ്രസ്റ്റ് ഒക്കെ നമ്മൾ സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ കൈക്ക് നമുക്ക് എപ്പോഴും ഒരു ബലക്ഷയായിരിക്കും. എന്റെ ഈ കൈയൊക്കെ ശരിക്കും ഇങ്ങനെ പിടിച്ചു പൊക്കാനേ പറ്റത്തുണ്ടായിരുന്നു. പക്ഷെ ഓൾറെഡി ഇപ്പൊ ഞാൻ ഇതൊക്കെ ഓക്കെ ആയി. പക്ഷെ ഇവിടെയൊക്കെ നല്ല പെയിൻ ഒക്കെ ഉണ്ട്. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ എക്സസൈസ് ചെയ്തിട്ടൊക്കെ ചെയ്യണം. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ ഓൾ ബോഡിക്കുള്ള എക്സസൈസ് ഏറ്റവും നല്ലത് നമ്മൾ നടത്തമാണ്. അതായത് നമ്മൾ വെയിലില്ലാത്തൊരു സമയമൊക്കെ നോക്കി ഒരു ദിവസം ഒരു അരമണിക്കൂറൊക്കെ നമുക്ക് ഒരു വീടിന് ചുറ്റുമോ അല്ലെങ്കിൽ ഒത്തിരി ആൾക്കാർ കൂടുന്ന സ്ഥലങ്ങളിലൊന്നും പോകണമെന്നൊന്നുമില്ല, നമ്മുടെ വീടിന് ചുറ്റുമൊക്കെ നടന്നാലും മതി. പക്ഷെ ഈ നടപ്പും ഒക്കെ നമ്മുടെ ഒരു ബോഡിക്ക് ഭയങ്കര ഹെൽത്ത് കൊണ്ടുവരുന്ന ഒരു സംഭവം തന്നെയാണ്. പിന്നെ വിഷമിച്ചു കഴിഞ്ഞാൽ നമുക്കങ്ങനെ ഫുഡ് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പക്ഷെ നമ്മൾ ഈ പറയുന്നതായ പ്രോട്ടീൻസ്, ഈ പറയുന്നതായ വിറ്റാമിൻസും ഒന്നും ചിലപ്പോൾ നമുക്ക് ആ ടൈമിൽ ചിലപ്പോൾ കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ നമ്മളത് വേറൊരു ഹെൽത്തി ഫുഡായിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ജ്യൂസുകളിലേക്കോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള സംഭവങ്ങളിലേക്കൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഈ ഒരു പ്രോട്ടീൻ അടങ്ങിയ എന്തെങ്കിലും സംഭവം കണ്ടന്റും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് അങ്ങനെയൊക്കെ കുടിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ജ്യൂസ് ആയിട്ടോ അല്ലെങ്കിൽ എന്താണെങ്കിലും അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ശരീരത്തിൽ കുറച്ചുകൂടെ പ്രോട്ടീൻ നമ്മൾ ഉത്പാദിപ്പിക്കാൻ പറ്റും. പിന്നെ ഗ്യാസിന്റെ പ്രോബ്ലം ഇതൊക്കെ ഉണ്ടാവും സർജറിയുടെ ടൈമിൽ. നമ്മൾ സർജറി ഒക്കെ കഴിയുമ്പോൾ നമ്മൾ ഒത്തിരി ഹെവി ഡോസ് പെയിൻ കില്ലറൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ നമുക്കൊരു കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. എനിക്ക് അങ്ങനെ ഹെവി ഡോസ് പെയിൻ കില്ലറൊക്കെ കഴിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി പെയിൻ കില്ലേഴ്സ് ഒന്നും കഴിക്കുന്നില്ല ഇപ്പം. അതിന്റെയൊക്കെ ആയിരിക്കും എനിക്ക് കുറച്ച് പെയിന്. പക്ഷെ നമ്മൾ അന്നേരം നമ്മുടെ ഈ ഗ്യാസ് ട്രബിളിന്റെ കാര്യങ്ങളൊക്കെ ഓൾറെഡി പെയിൻ കില്ലർ ഒഴിവാക്കുമ്പോൾ തന്നെ ഓക്കെ ആണ്. പക്ഷെ നമുക്ക് ഇച്ചിരി വേദന അറിയാതിരിക്കുന്നതായിരിക്കാം ചിലപ്പോൾ നമുക്ക് എക്സസൈസ് ചെയ്യാനും നമുക്ക് നടക്കാനും പിന്നെ അല്ലെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാനും ഒക്കെ പറ്റുന്ന ഒരവസ്ഥ. പിന്നെ ഞാൻ അങ്ങനെ ഒഴിവാക്കിയെന്നുള്ളൂ. എല്ലാവരുടെയും അവരവരുടെ പേഴ്സണലായിട്ട് ഓരോ കാര്യങ്ങളും നമ്മൾ അവരുടെ രീതിക്ക് നമുക്കൊക്കെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. കാരണം ഈ പെയിൻ കില്ലർ കഴിക്കണമെന്ന് ഡോക്ടേഴ്സ് ഉറപ്പൊന്നും പറയുന്നില്ല. അവർ ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇത് കഴിക്കണ്ട, അല്ലെങ്കിൽ കഴിക്കാൻ തന്നെ കേട്ടോ അവർ പറഞ്ഞു വിടുന്നത്. അപ്പൊ എന്റെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയായിട്ടൊക്കെ ഇരിക്കുന്നു. പിന്നെ ഞാനിപ്പം ഭയങ്കര ഹാപ്പിയിലാണ്. ഇന്നിപ്പം മക്കള് പിന്നെ കിച്ചണിലാണ്. അവര് കറികളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി കയറിയിട്ടുണ്ട്. അവര് ചിക്കനൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എനിക്കതൊക്കെ കഴിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഞാൻ ശ്രമിച്ച് നോക്കുവാണ്. എന്താണെങ്കിലും ഒരു കുറച്ചെങ്കിലും ടേസ്റ്റ് ഒക്കെ ചെയ്ത് നോക്കണമല്ലോ. കാരണം ഇഷ്ടമുള്ള കറികൾ കൂട്ടി അതിന്റെ കൂടെ നമുക്ക് പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് വേണം എന്നുള്ളത് കൊണ്ട് നമുക്ക് ഇഷ്ടമില്ലാത്തതാണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള ഒരു കറിയുടെ കൂടത്തിൽ കുറച്ചൊക്കെ വെച്ചിട്ട് കഴിക്കാം. അങ്ങനെയൊക്കെ എല്ലാവരും ചെയ്യട്ടെ. അങ്ങനെയൊക്കെ ഞാൻ എല്ലാവർക്കും വേണ്ടി ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം എല്ലാവരും പിന്നെ എന്നോട് ഒത്തിരി അഭിപ്രായങ്ങൾ ചോദിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എല്ലാവരും ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ എന്നെ ഓർക്കണം കേട്ടോ. പിന്നെ ഓൾറെഡി ഞാൻ ഹാപ്പിയാണ്. എനിക്ക് ടെൻഷൻസ് ഒന്നും ഇല്ല കേട്ടോ. ഹാപ്പിയാണ്. കുറച്ചും കൂടെ പെട്ടെന്ന് ഞാൻ എന്നാ പറയാ എന്റെ പെയിനൊക്കെ പോയി പെട്ടെന്ന് ഉഷാറായിട്ട് വരട്ടെ. ഇനിയിപ്പം റേഡിയേഷനും കൂടെ പോകുവാണല്ലോ. റേഡിയേഷന് പോകുന്നതിന് മുമ്പ് അടുത്ത എനർജി നമ്മൾ സ്റ്റോർ ചെയ്യണമല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ഇരിക്കുന്നത് കേട്ടോ. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരും കേട്ടോ.